ഇന്നത്തെ വീഡിയോ നട്ടപ്പാതിരിക്കാണ്. ഈ നട്ടപ്പാതിരിക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യും? ആ ഭ്രാന്ത് മാറ്റാനായിട്ടാണ് ഈ യാത്ര. അതായത് ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നൈറ്റ് ഫുഡ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തു. പക്ഷേ ഓപ്ഷനലി പറ്റുന്നില്ല. കാരണം വിശപ്പാണ് പ്രശ്നം, വയറാണ് പ്രശ്നം. സോ ഭക്ഷണം കഴിക്കാനുള്ള ഒരു യാത്ര, അതും രാത്രി യാത്ര വീഡിയോ ആണ് ഇത്. സോ എൻജോയ് ദ വീഡിയോ. രണ്ടാളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു കഫേ തന്നെയാണ് കഫേ റിക്ക എന്ന് പറയുന്നത്. വെള്ളിമാട് കുന്നാണ് ഈ കഫേ ഇരിക്കുന്നത്. ആക്ച്വലി ഒരു ഇടുക്കി മൂടൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ വുഡനായിട്ടുള്ള ഒരു പാറ്റേൺ. രാത്രി വെറുതെ ഇരിക്കുമ്പോഴേ വിഷമാൽ മര്യാദയ്ക്ക് വീട്ടിൽ ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് വെള്ളിമാട് കുന്നാണുള്ളത്. വെള്ളിമാട് കുന്ന് ഈ കഫേൻ്റെ പേരെന്താ? അങ്ങനെ കഫേ റിക്ക നമ്മുടെ വെള്ളിമാട് കുന്ന് JDTയുടെ അടുത്തായിട്ടാണ് ഈ ഒരു കഫേ ഉള്ളത്. അപ്പോൾ ഇവിടെയാണുള്ളത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. വൈകുന്നേരം 2 ചപ്പാത്തി തിന്നാണ്. പക്ഷേ വിശപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഫേ നമ്മൾ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ല ആംബിയൻസ് ആണ്. ഒരു ലേഡിയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത്. ഫുൾ കൈകാര്യം ലേഡിയാണ്. നമ്മൾ ഭക്ഷണത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതിനോട് പോകുമ്പോൾ നമ്മൾ കഫേ കുറേ കണ്ടിട്ടുണ്ട്, പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് കയറി എന്താണ് ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി നമുക്ക് നോക്കാം, നല്ലതാണോ നോക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ചേ ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. സോ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്യാണ്. നോർമലി ജീക്കിനോട് ഞാൻ പറയുമ്പോൾ ചപ്പാത്തി എന്തുണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും വേണ്ട, വിശപ്പില്ല എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയും? ഇല്ല, എനിക്കിത് ഭയങ്കര വിശപ്പ്. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഴം പുഴുങ്ങിയതൊക്കെ തിന്നു. പഴം പുഴുങ്ങിയത് തിന്ന് ചപ്പാത്തി ബീഫും വെച്ചടിച്ച് അത് വൈകിട്ടാണ് കഴിച്ചത്. ചായ ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ വന്നു. അപ്പോൾ പറയുന്ന ആൾക്ക് തീരെ വിശപ്പില്ലാത്ത കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ വിശപ്പില്ലാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, കഴിക്കുള്ളൂ. 2 പേര് ഫുഡീസ് അല്ല, പക്ഷേ വിശന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ എവിടെയെങ്കിലും ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴുള്ള സമയം ഇപ്പോൾ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് 2 പോർഷൻ ആക്കിയിട്ടാണ് കഴിക്കാറ്. എപ്പോഴും ഒന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ 2 ആൾ കഴിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ കഴിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം കഴിക്കുകയോ വീഡിയോ എന്നുള്ളത്. ഇതൊക്കെ ചകിരിയാണ്. ചകിരി കൊണ്ടുള്ള സെറ്റപ്പാണ്. പിന്നെ വുഡനായിട്ടുള്ള ചെയർസും ടേബിൾസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. റോഡ് ഈ സൈഡാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ ജ്യൂസാണ് അടിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാനില്ലേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. നമ്മൾ ചെസ്റ്റ് പീസ് ആയിരുന്നു പറഞ്ഞത്. ചെസ്റ്റ് പീസ് കഴിഞ്ഞു. ഇത് ഏതാ പീസ്? ഇത് എഴുപത് പീസാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് ഷവായ, പിന്നെ ഗ്രേവി ടൈപ്പാണ്. കുറച്ച് ഗ്രേവി ഇതിന് മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മയണൈസ്. അയ്യോ കയ്യിലായി പോയി. മയണൈസ്. ദെൻ അതൊരു ചില്ലി ഫ്ലേക്സ്. നമ്മുടെ റൊട്ടി. ഇതാണ് ഐറ്റം. ഇതിന് എനിക്കുള്ളതല്ലേ, ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളതാണല്ലേ. കേട്ടോ, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. റൊട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡാണ്. അയ്യോ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കഴിയട്ടെ. ഭയങ്കര ഹാർഡ് മസാല. എനിക്കിഷ്ടമില്ലാത്ത മസാല ടേസ്റ്റാണ്. പാവം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. മണം കേട്ടപ്പോഴേ ഫീൽ ചെയ്തു ഒരു തമിഴ്നാട് കൊടൈക്കനാൽ ഫീൽ ചെയ്തു. പക്ഷെ അവിടുത്തെ ഒരു മസാലയല്ല. ശരിക്കും ഫസ്റ്റ് ആയിട്ട് അത് കഴിച്ച സമയത്ത് ഭയങ്കരമായിട്ട് മസാല കുത്തുന്നതായിട്ട് തോന്നി. പക്ഷേ വീണ്ടും കഴിക്കുന്നതനുസരിച്ച് മസാലയുടെ ആ ടേസ്റ്റൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പൊളിയായിരുന്നു. നേരത്തെ ഒരാൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞേ എന്നെക്കാട്ടി കൂടുതലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാറു. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ആ ടേസ്റ്റ് 3 പ്രാവശ്യമൊക്കെ നോക്കണം. ചുമ്മാ അതെ. നമ്മുടെ ഗ്രേവി ടൈപ്പാണ് നമ്മുടെ അൽഫാം. വിചാരിച്ച മാതിരി വലിയ പ്രശ്നമില്ല അല്ലേ? കുഴപ്പമില്ല, നല്ല തീറ്റയാണല്ലോ. ക്രിസ്പായിട്ടുള്ള റൊട്ടിയാണ്. നല്ല രസമുണ്ട്. മസാല കണ്ടപ്പോൾ ഒരു മടുപ്പുണ്ടായിരുന്നു. പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെയാണ്. ഗ്രേവി ടൈപ്പ് മസാല. അതെ, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. അൽഫാം നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. മൊത്തത്തിൽ നല്ല സാധനമാണ് അല്ലേ? മധുരം പാകാണ്.
വിശപ്പില്ലാത്ത ആൾ എൻ്റെ ബട്ടർ ഷേക്കും കൂടെ കുടിച്ച് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്രീമി അല്ലേ? വേണ്ട 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 എന്ന് പറഞ്ഞ ആളാണ് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ലേ അല്ലേ ആണ്. അങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിഞ്ഞു. വയറൊക്കെ അടിപൊളിയായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇത് ഭക്ഷണം കഴിഞ്ഞ് വേസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ കാണാനായിട്ട്. ഒരാളുടെ ജ്യൂസ് ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജ്യൂസ് ഇവിടെ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ തിരക്കിനിടയിലൂടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. ഒന്നും ബാക്കി വെക്കാതെ നമ്മുടെ കുക്കുംബർ കക്കിരി, നല്ല ഉപ്പ് പിടിച്ച കക്കിരിയാണ്, അതുകൂടെ നമ്മൾ അടുത്താക്കാം. ഇതിപ്പോൾ എന്തിനാ ശരിക്കും വെക്കണേ? പറോ എന്തിനായിരിക്കും ഇതന്നെ പർപ്പസ്. ലാസ്റ്റ് നമുക്കൊരു സാലഡ് പോലെ അല്ലേ? ചിലർ ഇത് മിക്സ് ചെയ്ത് കഴിക്കുമായിരിക്കും. എനിക്ക് ഇതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത്, അതായത് ബാക്കി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് തിന്നാറുണ്ട്. ഇതിനോട് ക്യാരറ്റ് ഉണ്ടാവാറുണ്ട്, പിന്നെ മുളകും ഉണ്ടാവാറുണ്ട് അല്ലേ? ഇതിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ തന്നിട്ടുള്ളത്. ചിലപ്പോൾ കഴിഞ്ഞതുകൊണ്ടാവാം, അറിയില്ല. എന്തായാലും രസമുണ്ട്. ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്തിനാ കുറേ കൈ കഴുകുന്നത്? ഞാനിതാ നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു പോകണം. നമ്മുടെ കഫേ അടിപൊളി കഫേയാണ്. പാർവതി ഇരിക്കുന്നു. പാർവതി എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? പൊളിയല്ലേ? നന്നായില്ലേ? നല്ല ഭക്ഷണമായിരുന്നു. നമ്മുടെ കഫേ എവിടെയാണ്, നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇത് ഒരു ഹൈറ്റുള്ള സ്ഥലമാണ്, മേലെയാണ്, അപ്ലിഫ്റ്റ് ഏരിയയിലാണ് നമ്മളുള്ളത്. എന്തായാലും അടിപൊളി സൂപ്പർ. ഈ കഫേയിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഈ ഒരു ആംബിയൻസും ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ കഫേയിലേക്ക് വരുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട്. പൊളിയാണ്. ഏതായാലും നല്ല ഭക്ഷണം. കുറേ നേരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. അത് തന്നെ. എന്താ വെച്ചാൽ കുറ്റം പറയാൻ പാടില്ല, കാരണം കുറ്റം പറയില്ല, കുറ്റം പറയാനൊന്നുമില്ല. അപ്പോൾ ഇനി പോണത് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് പറയട്ടെ. അമ്മ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. പേയ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ഇരിങ്ങാടൻപള്ളി റോഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ കഫേകളാണ്. ഇപ്പോൾ നൈറ്റായിട്ട് ഒരുപാട് പേര് ചായയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വരുന്ന സ്ഥലം കൂടിയാണ് ഇരിങ്ങാടൻപള്ളി റോഡിലെ ഈ കഫേസ്. നമ്മൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ വെയിറ്റിംഗ് ആയിരുന്നേ. അമ്മയ്ക്ക് സോപ്പിടാനായിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെയുണ്ട് പറയ്. അടിപൊളി. അത് തന്നെ. ഇത് വേറൊരു ഐറ്റം. ഇതിന്റെ പേര് സാൻഡ്വിച്ച് ഐസ്ക്രീം എന്നാണ് ഐറ്റം. ഒന്ന് കാണിക്കട്ടെ. ഇതുണ്ടല്ലേ, നടുവിൽ മൊത്തം ഐസ്ക്രീമാണ്. പിന്നെ ഇത് ബിസ്ക്കറ്റും അല്ല, പിന്നെ ബൺ ടൈപ്പ് അല്ല, കേക്കും അല്ല, അങ്ങനത്തെ സാധനമാണ്. നല്ല രസമുണ്ട്. രസമല്ലേ? നല്ല മധുരം കയറ്റിക്കൊണ്ടിരിക്കുക രാത്രി 11:30 മണിക്ക്. ഇതാണ് മിൽക്കി മിസ്റ്റിൻ്റെ ഐസ്ക്രീമാണ്. നല്ല രസമുണ്ട് അല്ലമ്മ? മാംഗോ ഫ്ലേവറാ അല്ലേ? രസമുണ്ടോ? കഴിച്ചോ? ഗുഡ് നൈറ്റ് നേരത്തെ പറഞ്ഞു. ഇതാണ് നമ്മുടെ സാൻഡ്വിച്ച് ഐസ്ക്രീം. ഇതിന് 30 റുപ്പീസാണ് വില, 30 രൂപയാണ് വില. രസമുണ്ടല്ലേ? ആദ്യമായിട്ടാണ്. നല്ല തീറ്റ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ബൈ ബൈ പറയും. ബൈ. അപ്പോൾ ഞാനും ബൈ. ഗുഡ് നൈറ്റ്.